പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമാന്തര ശ്രേണിയെക്കുറിച്ച് പഠിച്ചു. നമുക്ക് ഏറ്റവും പരിചിതമായ സമാന്തര ശ്രേണിയാണ് എണ്ണൽ സംഖ്യാ ശ്രേണി. ഒന്ന് കൂട്ടിക്കൂട്ടി എഴുതുന്ന ശ്രേണി. ഇവിടെ ഈ ശ്രേണിയുടെ ആദ്യ പദവും ഒന്നാണ്, പൊതുവ്യത്യാസവും ഒന്നാണ്. ഈ ശ്രേണി എല്ലാ സമാന്തര ശ്രേണികളുടെയും ബേസാണ്, ആധാരം ആണ്. അതുകൊണ്ട് ഏതൊരു സമാന്തര ശ്രേണിക്കും ഈ എണ്ണൽ സംഖ്യാ ശ്രേണിയുമായി ഒരു ബന്ധം ഉണ്ടാവും. അതിനാണ് ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കാം. 4, 5, 6, 7, 8, 9, 10. ഈ ശ്രേണി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എണ്ണൽ സംഖ്യാ ശ്രേണിയിലെ ഓരോ പദത്തോടും 3 കൂട്ടി നമ്മൾ ഒരു ശ്രേണി ഉണ്ടാക്കി. 1നോട് 3 കൂട്ടി 4, 2നോട് 3 കൂട്ടി 5, 3നോട് 3 കൂട്ടി 6, അങ്ങനെ ഒരു ശ്രേണി കിട്ടി. ആ ശ്രേണിയാണ് 4, 5, 6, 7, 8, 9, 10. ഇത് മറ്റൊരു സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറഞ്ഞത് 3 കൂട്ടിയ ശ്രേണിയാണ്. എണ്ണൽ സംഖ്യയോട് 3 കൂട്ടുക എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു ശ്രേണി പരിഗണിക്കാം. നമ്മൾ സമാന്തര ശ്രേണി -3, -2, -1, 0, 1, 2, 3, 4 എക്സെട്ര. ഇവിടെ നമ്മൾ ചെയ്തതെന്താണ്? 1 4 കുറച്ചു. 1 4 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? -3. 2 4 കുറച്ചു, -2. 3 4 കുറച്ചു, -1. 4 4 കുറച്ചു, 0. അങ്ങനെ നമ്മൾ ശ്രേണി ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ആ ബന്ധം കിട്ടി. എന്താണ്? എണ്ണൽ സംഖ്യാ ശ്രേണിയുമായുള്ള ബന്ധം. 4 കുറച്ച ശ്രേണി. ഈ 4 കുറച്ച ശ്രേണി, ആ 4 കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം നോക്കാം. 2, 4, 6, 8, 10, 12, 14, 16 എക്സെട്ര. ഇവിടെ നമ്മൾ ചെയ്തത് എണ്ണൽ സംഖ്യകളെയൊക്കെ 2 കൊണ്ട് ഗുണിച്ചു. 1നെ 2 കൊണ്ട് ഗുണിച്ചു 2, 2നെ 2 കൊണ്ട് ഗുണിച്ചു 4, 3നെ 2 കൊണ്ട് ഗുണിച്ചു 6, അങ്ങനെ ക്രമത്തിൽ എഴുതി. നമുക്ക് 2, 4, 6, 8, 10, 12 അങ്ങനെ ഒരു പുതിയ സമാന്തര ശ്രേണി കിട്ടി. ഈ സമാന്തര ശ്രേണിക്കും എണ്ണൽ സംഖ്യാ ശ്രേണിയുമായിട്ടുള്ള ഒരു കണക്ഷനുണ്ട്, ഒരു ബന്ധമുണ്ട്. അതിനാണ് നമ്മൾ അതിൻ്റെ ബീജഗണിതം എന്ന് പറയുന്നത്. 2 ഗുണിച്ച ശ്രേണി. അപ്പോൾ 2 ഗുണിക്കുക എന്നതാണ് ഈ ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ നമ്മൾ എണ്ണൽ സംഖ്യാ ശ്രേണിയിലെ എണ്ണൽ സംഖ്യകളിലെ ഓരോന്നിനെയും 4 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. 1നെ 4 കൊണ്ട് ഹരിച്ചു, അപ്പോൾ നമുക്ക് 1/4 0.25 എന്ന് പറയാം. 2നെ 4 കൊണ്ട് ഹരിച്ചു, അപ്പോൾ 0.5. 3നെ 4 കൊണ്ട് ഹരിച്ചു, 0.75. 1 1.25, 1.5, 1.75, അങ്ങനെ നമുക്ക് ഒരു പുതിയ സമാന്തര ശ്രേണി കിട്ടും. ഈ ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറയുന്നത് 4 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ശ്രേണിക്ക് എണ്ണൽ സംഖ്യാ ശ്രേണിയുമായുള്ള കണക്ഷൻ, ബന്ധം എന്ന് പറയുന്നത് 4 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ബീജഗണിതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീജഗണിതം എന്ന് പറയുന്ന ആശയമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വളരെ ലളിതമാണ്. ഏതൊരു സമാന്തര ശ്രേണിക്കും എണ്ണൽ സംഖ്യാ ശ്രേണിയുമായി ബന്ധമുണ്ട്. ആ ബന്ധമാണ് ബീജഗണിതം. ഇവിടെ നോക്കൂ. 5, 8, 11, 14, 17, 20, 23 എക്സെട്ര. ഇവിടെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ച് 2 കൂട്ടിയ ശ്രേണിയാണ്. 1നെ 3 കൊണ്ട് ഗുണിച്ചു 2 കൂട്ടി 5 കിട്ടി. 2നെ 3 കൊണ്ട് ഗുണിച്ചു 6 കിട്ടി, 2 കൂട്ടി 8 കിട്ടി. 3നെ 3 കൊണ്ട് ഗുണിച്ചു 9 കിട്ടി, 2 കൂട്ടി 11 കിട്ടി. അങ്ങനെ നമുക്ക് ഒരു പുതിയ ശ്രേണിയുണ്ടായി. ആ ശ്രേണിയാണ് 5, 8, 11, 14, 17, 20, 23 എക്സെട്ര. ഈ സമാന്തര ശ്രേണിക്ക്
എണ്ണൽ സംഖ്യാശ്രേണിയുമായുള്ള ബന്ധം എന്ന് പറയുന്നത് 3 കൊണ്ട് ഗുണിച്ച് 2 കൂട്ടിയ ശ്രേണി എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ശ്രേണിയുടെ, അതായത് 5, 8, 11, 14, 17, 20, 23 എക്സെട്ര എന്ന ഒരു സമാന്തര ശ്രേണി ഉണ്ടെന്ന് വയ്ക്കുക. ഇതിൻ്റെ ബീജഗണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊണ്ട് ഗുണിച്ച് 2 കൂട്ടിയ ശ്രേണി. ഇങ്ങനെ നീട്ടിപ്പരത്തി നമ്മൾ കണക്കിൽ പറയാറില്ല, കണക്കിൽ ചുരുക്കി പറയും. ആ ഭാഷ ബീജഗണിതത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ശ്രേണിയിൽ ഒരു പദം n ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ വളരെ ചുരുക്കി പറയുകയാണ്. അതായത് എണ്ണൽ സംഖ്യാ ശ്രേണിയിലെ 1-നെ 3 കൊണ്ട് ഗുണിച്ചു 3, 3നോട് 2 കൂട്ടി 5 കിട്ടി. 2-നെ 3 കൊണ്ട് ഗുണിച്ചു 6, 6നോട് 2 കൂട്ടി 8 കിട്ടി. അങ്ങനെ ആ എണ്ണൽ സംഖ്യയിൽ n എന്നൊരു പദമുണ്ട് എന്ന് വിചാരിക്കാം. ആ n-നെ നമ്മൾ എന്ത് ചെയ്തു? 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 3n കിട്ടി. അതിനോട് 2 കൂട്ടി 3n കൂട്ടണം 2. അപ്പോൾ നമുക്കതിനെ കണക്കിൻ്റെ ഭാഷയിൽ ബീജഗണിത രീതിയിൽ ചുരുക്കി പറയാം. 5, 8, 11, 14, 17, 10, 17, 20, 23 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറയുന്നത് 3n കൂട്ടണം 2 ആണ്. അപ്പോൾ 3n കൂട്ടണം 2 എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിതം എന്ന് നമ്മൾ പറയും. ഇനി 3 കൊണ്ട് ഗുണിച്ച് 1 കുറച്ച ഒരു ശ്രേണി നോക്കൂ. 2, 5, 8, 11, 14, 17, 20. 1-നെ 3 കൊണ്ട് ഗുണിച്ചു 3 കിട്ടി. 3 1 കുറച്ചു 2 കിട്ടി. 2-നെ 3 കൊണ്ട് ഗുണിച്ചു 6 കിട്ടി. 6 1 കുറച്ചു 5 കിട്ടി. 3 കൊണ്ട് ഗുണിച്ച് 1 കുറച്ച ശ്രേണി നമുക്ക് എങ്ങനെ എഴുതാം? ഒരു എണ്ണൽ സംഖ്യ n ആണ് എങ്കിൽ 3n കുറയ്ക്കണം 1, 3n കുറയ്ക്കണം 1 എന്ന് എഴുതാം. ഈ 3n കുറയ്ക്കണം 1 എന്നതാണ് ഈ 2, 5, 8, 11, 14, 17, 20 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിതം, അതായത് എണ്ണൽ സംഖ്യാ ശ്രേണിയുമായുള്ള ബന്ധം. ഇനി വേറെ നോക്കൂ. -2 കൊണ്ട് ഗുണിച്ച് -5 കുറച്ച ശ്രേണി. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് സംഖ്യകളൊക്കെ ഗുണിക്കുമ്പോഴും കൂട്ടുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റിപ്പോവരുത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നെഗറ്റീവ് സംഖ്യകളോടൊക്കെ ഗുണിച്ച് കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ 2-നെ നമ്മൾ -2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് -4 കിട്ടും. ആ -4 കുറയ്ക്കണം 5. അപ്പോൾ +5ആയി. -4 കൂട്ടണം 5 1 കിട്ടും. അങ്ങനെ നമുക്ക് -2 കൊണ്ട് ഗുണിച്ച് -5 കുറച്ച ശ്രേണി. അപ്പോൾ ആദ്യം പറഞ്ഞ നമ്മൾ എണ്ണൽ സംഖ്യയിലെ ഒരു പദം n ആണ് എങ്കിൽ ഇതിനെങ്ങനെ പറയാം? -2n കുറയ്ക്കണം 5. നമുക്കിതിൻ്റെ ബീജഗണിതമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ഇവിടെ -2n കുറയ്ക്കണം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചിഹ്നങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ -2 കുറയ്ക്കണം 5. അപ്പോൾ അത് കൂട്ടണം 5 എന്നാവും. അപ്പോൾ -2n കൂട്ടണം 5. അപ്പോൾ -2n കൂട്ടണം 5 എന്നതാണ് ഈ ശ്രേണിയുടെ ബീജഗണിതം. അപ്പോൾ നമുക്ക് -2n കൂട്ടണം 5. അപ്പോൾ -2 n-ന് 1 കൊടുത്താൽ -2 കിട്ടും, കൂട്ടണം 5. അപ്പോൾ നമുക്ക് 3 കിട്ടി. n-ന് 2 കൊടുത്താൽ -2 × 2 4 കിട്ടി. -4 കിട്ടി, കൂട്ടണം 5 എന്ന് പറയുമ്പോൾ 1 കിട്ടി.
ഇനി എന്നിന് 3 കൊടുക്കുമ്പോഴോ -2 × 3 -6 എന്ന് കിട്ടി. കൂട്ടണം 5 നമുക്ക് -1 എന്ന് കിട്ടി. നമ്മൾ ആ ചിഹ്നങ്ങളുടെ ചില പ്രത്യേകതകൾ വരുന്നുണ്ട്, അത് മാത്രം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ നോക്കൂ, -7, -9, -11, -13, -15, -17 ഒരു സമാന്തര ശ്രേണിയാണ്. നമുക്ക് എണ്ണൽ സംഖ്യാ ശ്രേണി അറിയാം. എണ്ണൽ സംഖ്യാ ശ്രേണി എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സമാന്തര ശ്രേണിക്ക് -7, -9, -11, -13 തുടങ്ങിയിട്ടുള്ള ആ സമാന്തര ശ്രേണിക്ക് എണ്ണൽ സംഖ്യാ ശ്രേണിയുമായിട്ടുള്ള ബന്ധം, അതാണ് അതിൻ്റെ ബീജഗണിതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം, ഈ ശ്രേണിയുടെ ഒന്നാമത്തെ പദം നമ്മൾ ആദ്യ പദം എന്ന് പറയും. അത് നമുക്ക് പല അക്ഷരങ്ങളിൽ സൂചിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരക്ഷരം സൂചിപ്പിക്കാതെ ആദ്യ പദം എന്ന് നീട്ടിപ്പരത്തി അങ്ങോട്ട് പറയാം. പൊതുവ്യത്യാസം അത് പിന്നെ നമ്മൾ സാധാരണ ഡി എന്ന ഒരക്ഷരയെ സൂചിപ്പിക്കാറുള്ളൂ, കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് ടേമിനെ നമ്മൾ ആദ്യ പദം എന്ന് പറയാം. അപ്പോൾ അതിൽ F1 ഉപയോഗിക്കാറുണ്ട്, X1 ഉപയോഗിക്കാറുണ്ട്, T1 ഉപയോഗിക്കാറുണ്ട്, A എന്ന് ഉപയോഗിക്കാറുണ്ട്. അത്തരമൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യ പദം എന്ന് തന്നെ പറയുന്നു. പൊതുവ്യത്യാസത്തിന് ഡി എന്ന് പറയും, കാരണം കോമൺ ഡിഫറൻസ് ഒരക്ഷരയെ സൂചിപ്പിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -9 -7. അപ്പോൾ 2 മൈനസ് പ്ലസ് ആവും. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം -2 എന്ന് കിട്ടും. ആദ്യ പദം -7 ആണ്. അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ പൊതുവ്യത്യാസം അറിയാം, -2 ആണ്. ആ -2 ചേർത്ത് നമ്മൾ n എഴുതി, എന്നൊരു എണ്ണൽ സംഖ്യയാണ്, n എഴുതി. ഇനി എന്ത് ചെയ്യണം? ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം. അത് കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യത്യസ്ത ചിഹ്നങ്ങളുണ്ട്. -7 കുറയ്ക്കണം 2, അപ്പോൾ അത് പ്ലസ് ആവും. അതുകൊണ്ടാണ് അവിടെ +-5 എന്ന് വരിക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? -2n -5 എന്ന് എഴുതാം. ആ പ്ലസും മൈനസും കൂടി മൈനസ് വരും. അപ്പോൾ ഇതിൻ്റെ ബീജഗണിതം എന്ന് പറയുന്നത് എന്താണ്? -2n -5 എന്നതാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ നമ്മൾ പദസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 അങ്ങനെ പോണു. അതിലെ ഒന്നാമത്തെ പദം 1 ആണ്, രണ്ടാം പദസ്ഥാനത്തുള്ളത് 4 ആണ്, മൂന്നാം പദസ്ഥാനത്തുള്ളത് 7 ആണ്, നാലാം പദസ്ഥാനത്തുള്ളത് 10 ആണ്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇനി നമുക്ക് പൊതുവ്യത്യാസം കണ്ടു നോക്കുക. 4 ൽ നിന്ന് 1 കുറയ്ക്കുക. 4 ൽ നിന്ന് 1 കുറച്ചാൽ ഇവിടെ നമുക്ക് നെഗറ്റീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. 4 ൽ നിന്ന് 1 കുറച്ച് നമുക്ക് 3 കിട്ടി. അല്ലെങ്കിൽ 10 ൽ നിന്ന് 7 കുറച്ചു 3 കിട്ടി. പൊതുവ്യത്യാസം 3 ആണ്. ആദ്യ പദം 1 ആണ്. ഇനി ഇവിടെ ബീജഗണിത രൂപം പറയുന്നുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം പൊതുവ്യത്യാസം എഴുതി, പൊതുവ്യത്യാസത്തിൻ്റെ ഒപ്പം ഒരു n എഴുതി. ഇനി എന്ത് ചെയ്യണം? ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം. 1 ൽ നിന്ന് 3 കുറച്ചു. 1 കുറയ്ക്കണം 3. 1 കുറയ്ക്കണം 3 എത്രയാ? -2. അപ്പോൾ നമുക്ക് 3n കൂട്ടണം -2 എന്ന് പറയും. അതുകൊണ്ട് ഒന്നും കൂടി ചുരുക്കി എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3n -2 എന്ന് എഴുതാം. 3n -2. ഈ 3n -2 എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത്? ഇതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ഈ 3n -2ൽ n നമ്മൾ 6 കൊടുത്തു എന്ന് വയ്ക്കുക. 3 6 18. 18 ന് 2 കുറച്ചാൽ
16. ആറാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എന്നിന് 6 എന്ന് കൊടുക്കുക. 3 ഗുണിക്കണം 6 18. 18 2 കുറച്ചാലോ നമുക്ക് 16 കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ബീജഗണിത രൂപം കിട്ടിക്കഴിഞ്ഞാൽ എന്നിന് 1 കൊടുത്താൽ ആദ്യത്തെ പദം കിട്ടും, 2 കൊടുത്താൽ രണ്ടാമത്തെ പദം കിട്ടും, 3 കൊടുത്താൽ മൂന്നാമത്തെ പദം കിട്ടും. ഈ ക്രമത്തിൽ നമുക്ക് ഏത് പദം വേണമെങ്കിലും കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് 3n മൈനസ് 2 ആണ്. 3n മൈനസ് 2 എന്ന് പറയുമ്പോൾ ആ എന്നിനോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യ 3. ആ 3 ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം കിട്ടിക്കഴിഞ്ഞാൽ ശ്രേണി ഉണ്ടാക്കാൻ അറിയണം. ശ്രേണി കിട്ടിക്കഴിഞ്ഞാൽ ബീജഗണിതം എഴുതാനും കഴിയണം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടെ ഒരു ശ്രേണി തന്നിട്ടുണ്ട്. ആ ശ്രേണി 6, 10, 14, 18, 22, 26, 30 അങ്ങനെ പോകുന്നു. അപ്പോൾ 4 കൂട്ടി ഉണ്ടാക്കിയ ഒരു ശ്രേണി. 4 കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ശ്രേണിയാണിത്. അപ്പോൾ ഈ ശ്രേണിയിൽ പൊതുവ്യത്യാസം 4 ആണ്. ആദ്യ പദം 6 ആണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ബീജഗണിതം കാണുക? നമ്മൾ ആദ്യം അതിന് പൊതുവ്യത്യാസം നോക്കി. പൊതുവ്യത്യാസം 4. ആ 4നോടൊപ്പം നമ്മളൊരു n എഴുതി. ഇനി എന്ത് ചെയ്യണം? ആദ്യ പദത്തു നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം. 6 നിന്ന് 4 കുറയ്ക്കണം. 6 4 കുറച്ചാൽ എത്ര കിട്ടി? 2 കിട്ടി. അപ്പോൾ ഇവിടെ പ്ലസ് നെഗറ്റീവ് ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് എഴുതാം. 4n കൂട്ടണം 2. അപ്പോൾ ഈ 4n കൂട്ടണം 2 എന്നതാണ് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം, അതായത് എണ്ണൽ സംഖ്യാ ശ്രേണിയുമായുള്ള ബന്ധം. ഇനി നമുക്ക് എന്താ പറഞ്ഞത്? ബീജഗണിത രൂപം കിട്ടിയാൽ ശ്രേണി കിട്ടണം, ശ്രേണി കിട്ടിയാൽ ബീജഗണിത രൂപം കിട്ടണം, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്ക് നോക്കുക. നമ്മൾ ആദ്യം ശ്രേണി എഴുതി. ബീജഗണിത രൂപം കാണാൻ എന്ത് ചെയ്താൽ മതി? പൊതുവ്യത്യാസം കണ്ടു. ഇവിടെ പൊതുവ്യത്യാസം 4 ആണ്. ആ പൊതുവ്യത്യാസത്തോടു കൂടി ഒരു n അങ്ങോട്ട് എഴുതി. ഇപ്പോൾ 4n കിട്ടി. ബാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യ പദത്തു നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുക. 6 നിന്ന് 4 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 2 കിട്ടി. അപ്പോൾ 4n പ്ലസ് 2 എന്ന് കിട്ടി. ഇനി തിരിച്ച് അങ്ങോട്ട് പറയുമ്പോഴോ നമുക്ക് ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. 4n പ്ലസ് 2. നമുക്ക് ശ്രേണി ഉണ്ടാക്കണം. അപ്പോൾ 4n പ്ലസ് 2 ആണ് ബീജഗണിതം. അപ്പോൾ എന്നിനോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യ 4. ആ 4 ശ്രേണിയുടെ പൊതുവ്യത്യാസം. ഇനി എന്നിന് 1 എന്ന് കൊടുത്താൽ നമ്മൾക്ക് ആദ്യ പദം കിട്ടും. അപ്പോൾ 4 ഗുണിക്കണം 1 4. 4ഉം 2ഉം കൂട്ടിയാൽ 6. ഇനി വേണിച്ചാൽ പൊതുവ്യത്യാസം കൂട്ടി എഴുതിയാൽ മതി. അല്ല, ഇനി നമുക്ക് രണ്ടാം പദം കാണണമെങ്കിൽ 4നെ 2 കൊണ്ട് ഗുണിച്ചു 8 കിട്ടി. 8ഉം 2ഉം 10. 4നെ 3 കൊണ്ട് ഗുണിച്ചു 12. 12ഉം 2ഉം 14. അപ്പോൾ നമുക്ക് ഏത് പദം വേണിച്ചാലും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ശ്രേണി തന്നാൽ ബീജഗണിതം കാണാൻ കഴിയും, ബീജഗണിതം തന്നാൽ ശ്രേണിയും കാണാൻ പറ്റും. ഇവിടെ വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ആറാമത്തെ പദം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 4n പ്ലസ് 2ന് എന്നിന് നമ്മൾ 6 എന്ന് കൊടുക്കും. അപ്പോൾ 4 6 24. 24ഉം 2ഉം 26. ഇനി നമ്മൾ ആറാമത്തെ പദം എന്ന് പറയുന്നത് പദസ്ഥാനം നോക്കുക. 6ാം പദസ്ഥാനത്തുള്ള പദം എന്ന് പറയുന്നത് 26. ഞാൻ തൊട്ട് താഴെ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. എന്താണത്? 6 പദങ്ങളുടെ തുക. 6 പദങ്ങളുടെ തുക. ഇപ്പോൾ രണ്ടും 2ആണ്.
ആദ്യം പറഞ്ഞത് എന്താണ്? 6ാം സ്ഥാനത്തുള്ള പദമാണ് 26. ആദ്യത്തെ 6 പദങ്ങളുടെ തുകയാണ് 96. മാറിപ്പോകരുത്. 6ാം സ്ഥാനത്തുള്ള പദമാണ് 26. ആദ്യത്തെ 6 പദങ്ങളുടെ തുകയാണ് 96. അപ്പോൾ നമുക്ക് ഈ തുക കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ മാർഗങ്ങൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് നിരവധി ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ഒരു ബീജഗണിത രൂപത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ അതൊരു കൺഫ്യൂഷൻ തോന്നണ്ട. നമുക്കത് അവിടെ എത്തുന്നത് നമ്മൾ കുറേ ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കി ആ ഉദാഹരണങ്ങളിലൂടെ ബീജഗണിതത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുക, 6 ആദ്യ പദത്തിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ആദ്യ പദം തന്നെയാണ് 6. ആദ്യത്തെ 2 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 6ഉം 10ഉം കൂട്ടിയത് 16. ആദ്യത്തെ 3 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 6ഉം 10ഉം 14ഉം കൂട്ടിയത്, അതായത് 30. അപ്പോൾ നമുക്കിവിടെ ഒരു പൊതുവായി എഴുതാൻ കഴിയുന്നത് ആദ്യ പദം എന്ന് പറഞ്ഞാൽ 6, രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ 6 കൂട്ടണം 4, മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ 6 കൂട്ടണം 4 കൂട്ടണം 4. അപ്പോൾ മൂന്നാമത്തെ പദം എന്ന് പറയുമ്പോൾ 6 കൂട്ടണം 4 കൂട്ടണം 4 ആണ്. അപ്പോൾ നമുക്ക് ആ 4 എന്ന് പറയുന്നത് ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ പദങ്ങളുടെ തുക കണ്ട് നമ്മൾ ഒരു സാമാന്യ രൂപത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രത്യേകത, ഈ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 2n² + 4n എന്നതാണ്. അതങ്ങോട്ട് നേരിട്ട് പറയുകയാണ്. അതിൻ്റെ ബീജഗണിതമായിട്ടുള്ള രീതി നമുക്ക് പിന്നീട് പറയാം. ഇവിടെ 2 എന്ന് പറയുന്നത് പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയാണ്. 4 എന്ന് പറയുന്നത് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറച്ചതാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ എളുപ്പമുണ്ട്. അതൊരു 2ാം കൃതി ആയിട്ടാണ് വരിക. അപ്പോൾ ആദ്യത്തെ സംഖ്യ നമ്മൾ എന്ത് പറയും? പൊതുവ്യത്യാസത്തിൻ്റെ പകുതി. ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? 4. 4ൻ്റെ പകുതി എത്രയാണ്? 2. ഇപ്പോൾ 2 എന്ന് എഴുതി n². ഇനി പ്ലസ് 4. 4 എങ്ങനെയാണ് കിട്ടിയത്? ആദ്യ പദത്തിൽ നിന്ന്, ശ്രദ്ധിക്കുക, ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറച്ചത്. അതായത് 6ന്ന് 4ൻ്റെ പകുതി എത്രയാണ്? 2. 2 കുറച്ചത്. അതാണ് 2n² + 4n എന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ബീജഗണിത രൂപമല്ല, n പദങ്ങളുടെ തുകയാണ് കണ്ടത്. ഈ n പദങ്ങളുടെ തുക കാണാൻ നമ്മൾ പല രീതികൾ പഠിക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കാം. ഇവിടെ നമ്മൾ ഒരു ജനറൽ രീതി നമ്മൾ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തുന്ന രീതി നമ്മൾ മുഴുവൻ പറഞ്ഞിട്ടില്ല. താല്പര്യമുള്ളവർക്കത് സ്വയം കണ്ടെത്താം. അപ്പോൾ നമ്മൾ എന്ത് പറയും? d/2, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, d/2 n². d/2 എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കൂട്ടണം ആദ്യ പദം കുറയ്ക്കണം d/2 n. അതായത് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി
അതിൻ്റെ ഒപ്പം എൻ സ്ക്വയർ എഴുതുക. ബാക്കി എങ്ങനെയാണ് പറയുക? ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസമല്ല കുറയ്ക്കേണ്ടത്, പൊതുവ്യത്യാസത്തിൻ്റെ പകുതി. അതാണ് n പദങ്ങളുടെ തുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് 6 പദങ്ങളുടെ തുക കാണാൻ ഇവിടെ എന്നിന് എന്ത് കൊടുത്താൽ മതി? 6 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? 2 × 6 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. 2 36 72. പിന്നെ 4n 4 6 24. 72ഉം 24ഉം കൂട്ടിക്കഴിഞ്ഞാൽ 96 കിട്ടും. ഒന്നുകൂടി പറയാം. 6 പദങ്ങളുടെ തുക കാണാൻ നമ്മൾ n പദങ്ങളുടെ തുക എന്നതിൽ n എത്ര കൊടുത്തു? n നമ്മൾ 6 എന്ന് കൊടുത്തു. ഇപ്പോൾ 2n സ്ക്വയർ. n സ്ക്വയർ 6 6 36. 2 36 72 കൂട്ടണം 4n. അവിടെ n 6 കൊടുക്കുമ്പോൾ 24. 72ഉം 24ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 96 എന്ന് കിട്ടും. നമുക്ക് കുറച്ച് ഉദാഹരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിചയമാവും. ഇനി ഇതിലൊരു ചോദ്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 100 പദമാണോ? 100 പദമാണോ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. നമ്മൾ പദമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ബീജഗണിത രൂപത്തെയാണ് ആശ്രയിക്കുന്നത്. പദമാണോ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് 4n + 2. എന്നിന് എന്തെങ്കിലും സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ 100 കിട്ടുമോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 4n കൂട്ടണം 2 സമം 100 എന്ന് എഴുതി. 4n കൂട്ടണം 2 സമം 100 എന്ന് എഴുതി. ഇനി ആ 2 അങ്ങോട്ട് വലത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? 4n സമം 100 കുറയ്ക്കണം 2. 100 കുറയ്ക്കണം 2 എത്രയാണ്? 98. അപ്പോൾ 4n സമം 98. n സമം 98 ഹരിക്കണം എത്രയാണ്? അതുകൊണ്ട് നമ്മൾ ഹരിക്കേണ്ടത് 4 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താവില്ല? പദം അല്ല. നമുക്ക് 23.5 എന്നാണ് കിട്ടുക. അപ്പോൾ 23 പദം, അങ്ങനെ പദം ഉണ്ടാവില്ല. പദങ്ങളുടെ എണ്ണം എപ്പോഴും എണ്ണൽ സംഖ്യ ആയിരിക്കും. 1-ാം പദം 2-ാം പദം 3-ാം പദം അങ്ങനെ എണ്ണൽ സംഖ്യ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തല്ല, ദശാംശം കഴിഞ്ഞിട്ട് 0 അല്ലാത്ത എന്തെങ്കിലും സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നമുക്കെന്തല്ല? പദമല്ല എന്ന് പറയാം. ഒന്നുകൂടി പറയാം. 4n + 2 4n + 2 സമം 100 എന്ന് എഴുതി. 2 അങ്ങോട്ട് വലത്തോട്ട് പോയി. അപ്പോൾ 4n സമം 100 കുറയ്ക്കണം 2. 4n സമം 98. 98 4 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 23.5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തല്ല? പദം അല്ല. ഇനി വേറെ ഒരു ഉദാഹരണം നോക്കുക. ഇവിടെ നമുക്ക് വേറൊരു ശ്രേണി. ആ ശ്രേണി ഏതാണ്? 4 7 10 13 16 19 തുടങ്ങിയിട്ടുള്ള ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം. 7 4 കുറച്ച് കഴിഞ്ഞാൽ 3, 10 7 കുറച്ച് കഴിഞ്ഞാൽ 3, 16 13 കുറച്ച് കഴിഞ്ഞാൽ 3. ഇതാണ് പൊതുവ്യത്യാസം. 3 കൂട്ടി കൂട്ടി എഴുതിയിട്ടുള്ള ശ്രേണി എന്ന് പറയാം. ശ്രേണിയുടെ ആദ്യ പദം നമുക്കറിയാം 4 നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബീജഗണിത രൂപം കാണുക എന്നുള്ളതാണ്. ബീജഗണിത രൂപം കാണാൻ എളുപ്പമാണ്. പൊതുവ്യത്യാസം എന്താണെന്ന് നോക്കുക, 3. അതിൻ്റെ ഒപ്പം ഒരു n എഴുതുക. പിന്നെ എന്ത് ചെയ്താൽ മതി? ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുക. 4 ൽ 3 കുറച്ച് എത്ര കിട്ടുക? 1. അപ്പോൾ 3n + 1 എന്ന് കിട്ടും. 3 എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. 1 എങ്ങനെ കിട്ടി? 4 ൽ 3 കുറച്ചത്. ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്? n പദങ്ങളുടെ തുക. അതെങ്ങനെയാണ്? പൊതുവ്യത്യാസത്തിൻ്റെ പകുതി എടുക്കുക. 3ൻ്റെ പകുതി എത്രയാണ്? 1.5. 1.5 n² 1.5 എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല, എളുപ്പം ചെയ്യാൻ പറ്റും.
1.5n² പ്ലസ് 2.5n. ഇങ്ങനെ 2.5 കിട്ടിയേ. 2.5 എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറച്ചത്. ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറച്ചതാണ് നമ്മൾ 2.5 എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞെന്താണ്? ആറാമത്തെ പദം കാണണം. ആറാമത്തെ പദം കാണാൻ എവിടെ നമ്മൾ 6 എന്ന് കൊടുക്കേണ്ടത്? ബീജഗണിതത്തിലാണോ n പദങ്ങളുടെ തുകയാണോ? നമുക്ക് ആറാമത്തെ പദമാണ് കാണേണ്ടത്, 6 പദങ്ങളുടെ തുകയല്ല. അതുകൊണ്ട് എവിടെ കൊടുക്കണം? ബീജഗണിത രൂപത്തിൽ n-ന് 6 എന്ന് കൊടുക്കണം. അപ്പോൾ 3 6 18 1 19. ഇനി രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. അവിടെ എന്താണ്? 6 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ വില എവിടെയാണ് കൊടുക്കേണ്ടത്? ആ വില തീർച്ചയായിട്ടും ഈ n പദങ്ങളുടെ തുക എന്നതിൽ കൊടുക്കണം. അപ്പോൾ എങ്ങനെ വരും? 1.5 ഗുണിക്കണം n², 6 × 6 36, കൂട്ടണം 2.5 ഗുണിക്കണം 6. അപ്പോൾ ഇത് ക്രിയ ചെയ്താലാണ് നമുക്ക് 69 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഗുണിക്കുമ്പോൾ ദശാംശം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ആലോചിച്ചാൽ ഉത്തരം കിട്ടും. 6 ഗുണിക്കണം 2.5 എന്ന് പറഞ്ഞാൽ 6 2 12, 6 3 12 3 15. അങ്ങനെ ലളിതമായി ആലോചിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇനി വേറൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. 100 പദമാണോ? 100 പദമാണോ? അപ്പോൾ നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? n പദങ്ങൾ തുക വെച്ച് പരിശോധിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല. എവിടെ വേണം? ബീജഗണിത രൂപത്തിലെത്തണം. അപ്പോൾ 3n + 1 സമം എത്ര എഴുതണം? 100 എന്ന് എഴുതുക. 3n + 1 സമം 100. ആ 1 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 3n സമം 100 കുറയ്ക്കണം 1, 99. അപ്പോൾ 3n സമം 99 എന്ന് കിട്ടും. അപ്പോൾ 99 ഹരിക്കണം 3. അപ്പോൾ 99 ഹരിക്കണം 3. അപ്പോൾ നമുക്ക് എത്ര ഹരിച്ചാൽ കിട്ടുക? 33 എന്ന് കിട്ടും. ഒന്നുകൂടി പറയാം. 3n + 1 സമം 100 എന്ന് കിട്ടും. അപ്പോൾ 3n + 1 സമം 100 എന്നെഴുതി. ആ 1 അങ്ങോട്ട് വലത്തോട്ട് പോകുമ്പോൾ 3n സമം നമുക്ക് 99. 100 കുറയ്ക്കണം 1, 99. 99 3 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുമല്ലോ. നമുക്ക് 33, 32 അല്ല 33 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പദം കിട്ടും. അപ്പോൾ 33 കൊടുത്ത് നോക്കുക. n 33 കൊടുത്താൽ 3 33, 99 1 100. 32 അല്ല, നമ്മളെ ചിത്രത്തിൽ 32 എന്നാണ് കാണുക. 32 അല്ല 33. 33ാമത്തെ പദമാണ് 100. അപ്പോൾ 100 എന്താണ്? ഇവിടെ പദമാണ്. ഇനി അടുത്ത ചിത്രം നോക്കാം. ഇവിടെ മറ്റൊരു ശ്രേണിയുണ്ട്. 10, 17, 24, 31, 38, 45, 52, 59 എന്ന് പറയുന്ന ശ്രേണി. ഈ ശ്രേണിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പൊതുവ്യത്യാസമാണ്. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഒരു പദത്തിൽ നിന്ന് അതിന് തൊട്ട് മുമ്പുള്ള പദം കുറയ്ക്കുക. ഇപ്പോൾ 24 17 കുറയ്ക്കുക, അല്ലെങ്കിൽ 31 24 കുറയ്ക്കുക, 101 94 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7. പൊതുവ്യത്യാസം 7. ആദ്യ പദം എത്രയാണ്? 10. ഇനി നമുക്ക് നോക്കുക. ബീജഗണിത രൂപം എഴുതാൻ എളുപ്പമാണ്. നമ്മൾ പൊതുവ്യത്യാസത്തിനൊപ്പം എന്ത് എഴുതണം? ഒരു n എന്ന് എഴുതി. അപ്പോൾ 7n. ഇനി എന്ത് ചെയ്യണം? ആദ്യ പദത്തിൽ നിന്ന് 7 കുറയ്ക്കണം. 10 നിന്ന് 7 കുറച്ചാൽ 3. അപ്പോൾ ബീജഗണിത രൂപം കിട്ടി 7n + 3. നമുക്ക് വേണിച്ചാൽ നമുക്ക് ആറാമത്തെ പദം കാണാം. 7 6 42, 42 3 45. ആറാമത്തെ പദം, ആറാം പദസ്ഥാനത്തുള്ള, അല്ലേ? അതാണ്
45. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? n പദങ്ങളുടെ തുക. അപ്പോൾ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി, 7ൻ്റെ പകുതി എത്രയാണ്? 3.5. 3.5 n സ്ക്വയർ പ്ലസ് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറയ്ക്കുക. 10 ന്ന് 3.5 കുറയ്ക്കുക. 7 അല്ല കുറയ്ക്കേണ്ടത്, അതിൻ്റെ പകുതി 3.5 കുറച്ച് നമുക്ക് എത്ര കിട്ടി? 6.5 n എന്ന് കിട്ടി. 3.5 n സ്ക്വയർ പ്ലസ് 6.5 n എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 3.5 n സ്ക്വയർ പ്ലസ് 6.5 n. നമ്മൾ സ്ഥിരം ചോദ്യം എന്താണ്? 100 പദമാണോ? അപ്പോൾ 7n പ്ലസ് 3ൽ 100 പദമാണോ? 7n പ്ലസ് 3 സമം 100 എന്ന് എഴുതി, 3 അങ്ങോട്ട് പോവും. അപ്പോൾ 7n സമം 100 കുറയ്ക്കണം 3, 97. 97നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കൃത്യമായിട്ട് പോവില്ല. 100 എന്തല്ല? പദം അല്ല. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. വേറെ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണ്. 1, 4, 7, 10, 13, 16, 19 അങ്ങനെ പോകുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പൊതുവ്യത്യാസം 3 ആണ്, ആദ്യ പദം 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ബീജഗണിത രൂപം കാണണം. അപ്പോൾ പൊതുവ്യത്യാസത്തിനൊപ്പം ഒരു n എഴുതി, 3n. പിന്നെ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുക. 1 ന്ന് 3 കുറയ്ക്കുക. 1 ന്ന് 3 കുറച്ചാൽ എത്ര കിട്ടുക? -2 ആണ് കിട്ടുക. അപ്പോൾ 3n പ്ലസ് -2. ഒന്നും കൂടി ഭംഗിയാക്കി എഴുതി കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല, ശ്രദ്ധിക്കണം. 3n -2 എന്ന് കിട്ടും. ബീജഗണിത രൂപം എന്താ കിട്ടുക? 3n -2 എന്ന് കിട്ടും. ഇനി ആറാമത്തെ പദം കാണാൻ എന്ത് ചെയ്താൽ മതി? 3n -2ൽ n 6 എന്ന് കൊടുക്കുക. അപ്പോൾ 3 6 18. 18 കുറയ്ക്കണം 2, 16. അപ്പോൾ 3n -2ൽ n എത്ര കൊടുത്താൽ മതി? 6 എന്ന് കൊടുക്കുക. 3 18. 18 2 കുറച്ചാൽ 16 എന്ന് കിട്ടി. ഇനി n പദങ്ങളുടെ തുക. പൊതുവ്യത്യാസത്തിൻ്റെ പകുതി എത്രയാണ്? 1.5 n സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ആദ്യ പദത്തിന് പൊതുവ്യത്യാസം അല്ല കുറയ്ക്കേണ്ടത്, പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ നമുക്ക് 0.5 n കിട്ടും. 0.5 n കിട്ടും. അപ്പോൾ 1.5 n സ്ക്വയർ പ്ലസ് മൈനസ് 0.5 n. ഒന്നുകൂടി ചുരുക്കി എഴുതി കഴിഞ്ഞാൽ 1.5 n സ്ക്വയർ മൈനസ് 0.5 n എന്ന് എഴുതും. ആ പ്ലസ് മൈനസ് എല്ലാ സ്ഥലത്തും മൈനസ് ആയിട്ട് വരും. അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയത് മാത്രം. 1.5 n സ്ക്വയർ മൈനസ് 0.5 n എന്ന് കിട്ടും. ഇനി 100 പദമാണോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കുക? 100 പദമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ n പദങ്ങളുടെ തുകയാണ് എടുക്കേണ്ടത്, ബീജഗണിത രൂപമാണ് എടുക്കേണ്ടത്? തുക കാണാനാണ്. ഇവിടെ അതല്ല, പദമാണോ എന്ന് പരിശോധിക്കാനാണ്. അപ്പോൾ ബീജഗണിത രൂപം എടുക്കണം. അപ്പോൾ 3n പ്ലസ് -2 നമുക്ക് ഒന്നും കൂടി ഭംഗിയാക്കി എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം. 3n -2 സമം 100 എന്ന് എഴുതാം. ആ -2 അങ്ങോട്ട് വലത്തോട്ട് പോകുമ്പോൾ, -2 വലത്തോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? +2 ആവും. അപ്പോൾ 3n സമം 100 കൂട്ടണം 2, 102 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 102നെ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഹരിച്ച് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ഹരിച്ച് നോക്കുമ്പോൾ 3n പ്ലസ് -2, അതിന് 3n -2 എന്ന് എഴുതാം, സമം 100 എന്ന് എഴുതുക. ഈ -2 അങ്ങോട്ട് പോകുമ്പോൾ +2 ആവും. 3n സമം 102 എന്ന് കിട്ടും. അപ്പോൾ n സമം 102 ഹരിക്കണം 3. അപ്പോൾ 10ൽ 3 പ്രാവശ്യം പോവും, 12ൽ 4 പ്രാവശ്യം പോവും. അപ്പോൾ 102 എന്ന് പറയുമ്പോൾ 33 അല്ല 34 എന്ന് കിട്ടും. 34 എന്ന് കൃത്യമായിട്ട് കിട്ടും. കൃത്യമായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കവിടെ 100 എന്താണ്?
പദം ആണോ അല്ലേ? അപ്പോൾ അതാണ്. കാരണം എന്താണ്? പോയിൻ്റ് ഒന്നും വരുന്നില്ല. 34ാമത്തെ 33 എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. 34ാമത്തെ പദം 34ാമത്തെ പദമാണ് 102. അപ്പോൾ 3 ഗുണിക്കണം 34. 3 30 90 4 12 102 മൈനസ് 2 100. അപ്പോൾ 34ാമത്തെ പദമാണ് നമുക്ക് എത്ര കിട്ടിയത്? 100 എന്ന് കിട്ടിയത്. 33 അല്ല, 34. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. ഇവിടെ കുറേ നെഗറ്റീവ് സംഖ്യകൾ വന്നിട്ടുണ്ടെന്ന് മാത്രം. എത്രയാണത്? -1, -4, -7, -10. ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ നെഗറ്റീവ് വരുമ്പോൾ ശ്രദ്ധിക്കണം മാത്രം. പൊതുവ്യത്യാസം എത്രയാണ്? -3. അതിൻ്റെ ഒപ്പം ഒരു n എഴുതി. -3n. ഇനി ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം. അപ്പോൾ -1 -3. 2 മൈനസ് അടുത്ത് വരുമ്പോൾ പ്ലസ് ആയി. അപ്പോൾ നമുക്ക് -1 + 3 2 എന്ന് കിട്ടി. 2 എങ്ങനെ കിട്ടിയത്? ആ +3 വരണോടാ. 2 മൈനസ് വരുമ്പോൾ അവിടെ പ്ലസ് വന്നു, +3. അപ്പോൾ 2 എന്ന് കിട്ടി. അപ്പോൾ -3n + 2 അതാണ് നമുക്ക് എന്ത്? ബീജഗണിത രൂപം. ഇനി 6ാമത്തെ പദം കാണാൻ എന്ത് ചെയ്താൽ മതി? -3n 6 എന്ന് കൊടുക്കുക. -3n n 6 എന്ന് കൊടുത്താൽ -18. -18 + 2 -16. ഇനി 6 പദങ്ങളുടെ തുക. 6 പദങ്ങളുടെ തുകയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ n പദങ്ങളുടെ തുക കാണണം. n പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി ആദ്യം എടുക്കുക. -3ൻ്റെ പകുതി -1.5 n². ഇനി ആദ്യ പദത്തിന് എന്ത് കുറയ്ക്കണം? പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറയ്ക്കണം. അപ്പോൾ 0.5 എന്ന് കിട്ടും. അപ്പോൾ -1.5 n² + 0.5 n എന്ന് കിട്ടും. ഇനി 6 പദങ്ങളുടെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? n-ന് 6 എന്ന് കൊടുക്കുക. അപ്പോൾ -1.5 n². n-ന് 6 എന്ന് കൊടുത്താൽ 6 നമുക്ക് 36. 36 ഗുണിക്കണം 1.5. 36 1 36. 36 അര 18. 36ഉം 18ഉം കൂട്ടുക. പിന്നെയോ 0.5 n. അപ്പോൾ 0.5 ഇൻറ്റു നമുക്ക് എത്ര കിട്ടും? 0.5 ഇൻറ്റു നമുക്ക് വരുന്ന സംഖ്യ എത്രയാണ്? 6. അപ്പോൾ 6 3. അങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് എത്ര കിട്ടുന്നത്? 51 എന്ന് കിട്ടണം. ഇനി നമ്മൾക്ക് മറ്റൊരു ചോദ്യമുണ്ട്. 100 പദമാണോ എന്ന് പരിശോധിക്കുക. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ. എങ്ങനെയാണ്? -3n + 2 = 100. അപ്പോൾ -3n + 2 = 100 എന്ന് കിട്ടി. ഇപ്പോൾ 100 കുറയ്ക്കണം 2 98. 98നെ -3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -33.6 എന്നൊക്കെ കിട്ടും. അപ്പോൾ പോയിൻ്റൊക്കെ വരും. അപ്പം അങ്ങനെ ചില്ലറ പദങ്ങളില്ല, എണ്ണൽ സംഖ്യകളേ വരുള്ളൂ, പദം അല്ല. അങ്ങനെ അടുത്ത ഒരു ഉദാഹരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ -8, -11, -13, -18 തുടങ്ങിയിട്ടുള്ള സമാന്തര ശ്രേണിയാണ് എഴുതിയിട്ടുള്ളത്. അവിടെയും പൊതുവ്യത്യാസം നമുക്ക് എത്ര കിട്ടിയത്? -5 കിട്ടി. ആദ്യ പദവും -8 എന്നും കിട്ടി. അപ്പോൾ ആദ്യ പദം കിട്ടി, പൊതുവ്യത്യാസം കിട്ടി. പൊതുവ്യത്യാസം ആദ്യ പദം -8, പൊതുവ്യത്യാസം -5. അപ്പോൾ നമുക്ക് -5n പ്ലസ് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചത്. അപ്പോൾ -5n പ്ലസ് -3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -5n -3 എന്ന് എഴുതാം. n പദങ്ങളുടെ തുകയോ -2.5n² -5.5n എന്ന് എഴുതാം. ഇനി നമ്മൾ 6ാമത്തെ പദം കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? ബീജഗണിത രൂപത്തിൽ n-ന് 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് -33 എന്ന് കിട്ടും. 6 പദങ്ങളുടെ തുക കാണണമെങ്കിലോ n പദങ്ങളുടെ തുകയിൽ നമ്മൾ എന്ത് ചെയ്യണം? n-ന് 6 എന്ന് കൊടുക്കണം.
അപ്പോൾ നമുക്ക് n പദങ്ങളുടെ തുക കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പോയിന്റിലേക്ക് എത്താം. പോയിന്റിൽ വരും. പോയിന്റ് വരുന്ന സമയത്ത് നമുക്ക് എന്തല്ല, പദമല്ല എന്ന് പറയാം. ഓക്കെ. അപ്പോൾ n സമം എത്ര കിട്ടും? 100 ഹരിക്കണം 4 25 എന്ന് കിട്ടും. 25ാമത്തെ പദമാണ് 100. അപ്പോൾ നമുക്ക് ഈ ബീജഗണിത രൂപം കിട്ടിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പദമാണോ എന്ന് പരിശോധിക്കാനും പറ്റും. ഇത് മാത്രമല്ല എത്രാമത്തെ പദമാണെന്നും കണ്ടെത്താനും പറ്റും. അപ്പോൾ 4n സമം 100. അപ്പോൾ എന്നിൻ്റെ വില 25 എന്ന് കിട്ടും. 100 പദമാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ 25ാമത്തെ പദമാണ് 100. ഇനി നമുക്ക് n പദങ്ങളുടെ തുകയിലേക്ക് വരാം. തുകയിലേക്ക് വരുന്ന സമയത്ത് പൊതുവ്യത്യാസം 4. അപ്പോൾ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി 2ആണ്. പൊതുവ്യത്യാസത്തിൻ്റെ പകുതി 2. അപ്പോൾ 2n². ഇനി ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറയ്ക്കണം. അപ്പോൾ 4 4 കുറയ്ക്കേണ്ടത്, 4 2ആണ്. 4 2 കുറച്ചാൽ 2. അപ്പോൾ 2n² പ്ലസ് 2n എന്ന് കിട്ടും. ഇനി 6 പദങ്ങളുടെ തുക കാണാൻ ചെയ്താൽ മതി. n²ന് എന്നിൽ 6 എന്ന് കൊടുക്കുക. 6 6 36, 2 36 72, പിന്നെ 2 6 12, 72 12 കൂട്ടി എത്ര കിട്ടും? 84. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും 84 6 പദങ്ങളുടെ തുകയാണ്. നമ്മളിവിടെ 2 കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബീജഗണിത രൂപം, 2 n പദങ്ങളുടെ തുക. അപ്പോൾ n പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ അവിടെ കൃതി 2ആണ് വരുന്നത്. രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ബീജഗണിത രൂപത്തിൽ n-ന് 1 കൊടുത്താൽ 1ാമത്തെ പദം കിട്ടും, 2 കൊടുത്താൽ 2ാമത്തെ പദം കിട്ടും. പക്ഷേ n പദങ്ങളുടെ തുകയിൽ n 1 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പദത്തിൻ്റെ തുക, അതായത് 1ാം പദം തന്നെ കിട്ടും. n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 പദങ്ങളുടെ തുക ആണ് കിട്ടുക. n-ന് 3 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 3 പദങ്ങളുടെ തുകയാണ് കിട്ടുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇനി 1-2 ഉദാഹരണം കൂടി നോക്കാം. വേറൊരു ശ്രേണി 6 7 8 9 10 11 ചെറിയൊരു ശ്രേണിയാണ്. ആദ്യ പദം 6, പൊതുവ്യത്യാസം 1. അപ്പോൾ നമുക്ക് പറയാം ബീജഗണിത രൂപം ഒരു n, 6 1 കുറച്ച 5, ഒരു n പ്ലസ് 5 അല്ലെങ്കിൽ n പ്ലസ് 5 എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ 6ാമത്തെ പദം കാണാൻ എന്ത് ചെയ്യുക? n-ന് 1 കൊടുക്കുക. അപ്പോൾ 6 പ്ലസ് 5 11. ഇനി പൊതുവ്യത്യാസത്തിൻ്റെ പകുതി 0.5 n² പ്ലസ് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറയ്ക്കുക, 1 0.5 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 5.5 എന്ന് കിട്ടും. 5.5n. അപ്പോൾ 6 പദങ്ങളുടെ തുക എന്ത് ചെയ്താൽ മതി? 0.5 n². അവിടെ n-ന് 6 എന്ന് കൊടുക്കുക, 36 അര അല്ലേ, 18. പിന്നെ 5.5 n, അവിടെയും n-ന് 6 കൊടുക്കുക, 6 5 30, 6 3 33 അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 51 എന്ന് കിട്ടും. ഇപ്പോൾ പോയിന്റ് വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ആലോചിച്ചാൽ മതി, അപ്പോൾ ഉത്തരം കിട്ടും. ഇനി എന്താണ്? 100 പദമാണോ? n പ്ലസ് 5 സമം 100 എന്ന് എഴുതുക. അപ്പോൾ ഇതിന് കൃത്യം വില കിട്ടും. ഹരിക്കേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല. 94 എന്ന് കിട്ടും. വളരെ കൃത്യമാണ്. 90 പദമാണ്. ഇനി മറ്റൊരു ശ്രേണി നോക്കുക. -1 0 1 2 3 4 5 എക്സെട്ര. ഇവിടെ ആദ്യത്തെ പദം 1ആണ്. ആദ്യത്തെ പദം -1ആണ്. പൊതുവ്യത്യാസം 1ആണ്. അപ്പോൾ നമുക്ക്
പൊതുവ്യത്യാസത്തിൻ്റെ ഒപ്പം n എഴുതിയാൽ ഒരു n -2. എങ്ങനെയാണ് -2 കിട്ടിയേ? -1 -1. അപ്പോൾ നമുക്കത് ഒന്ന് ഭംഗിയാക്കി എഴുതി കഴിഞ്ഞാൽ n -2 എന്ന് എഴുതാം. n -2 എന്ന് എഴുതാം. ഇനി പൊതുവ്യത്യാസത്തിൻ്റെ പകുതി അതെത്രയാണ്? 0.5 n², 36. പിന്നെയോ -1.5 n. അപ്പോൾ അവിടെ എത്ര കിട്ടും? 6 1 6, 6 3 9. 36 മൈനസ് n² n കൊടുക്കുന്ന സമയത്ത് നമുക്ക് 6 6 36, 36 18 എന്ന് കിട്ടും. 18 9 കുറച്ചാൽ 9 എന്ന് കിട്ടും. ഇനി 100 പദമാണ്. അപ്പോൾ n -2 സമം 100. n സമം 101 അല്ല 102 എന്ന് കിട്ടും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്തല്ല? പദാണോ അല്ലേ? n -2 സമം 100. അപ്പോൾ -2 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ +2 ആവും. അപ്പോൾ n സമം 102 എന്ന് കിട്ടും. അപ്പോൾ 102ാമത്തെ പദം 102ാമത്തെ പദമാണ് എത്ര വരുന്നത്? 100 എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പദം ആണ്. ഇനി അടുത്തത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ സമാന്തര ശ്രേണിയിൽ നമ്മൾ പദസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒന്നാമത്തെ പദസ്ഥാനം എന്നുള്ളത് പദമാണ് ആദ്യ പദം, അത് 5. രണ്ടാം പദസ്ഥാനത്ത് 7 ഉണ്ട്. മൂന്നാമത്തെ പദസ്ഥാനത്ത് 9 ഉണ്ട്. ഇവിടെ 15ാം സ്ഥാനത്തുള്ള പദമാണ് 33. ഇനി നമ്മൾ ഈ ശ്രേണി ഒന്നിങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ പ്രത്യേകതകൾ കിട്ടും. അത്തരം പ്രത്യേകതകളൊന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു നോക്കുക. ഈ പ്രത്യേകതകളിലൂടെയാണ് നമ്മൾ ഇതിലത്തെ എല്ലാ കണക്കുകളും ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ പ്രത്യേകത കുറേയൊക്കെ മനസ്സിലാക്കുക. പിന്നെ ആ പ്രത്യേകത വെച്ചുകൊണ്ട് നമ്മൾ കണക്കിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ 2 പദങ്ങൾ. 10ാമത്തെ പദമല്ല, 9ാമത്തെ പദമാണ് 21. പിന്നെ 14ാമത്തെ പദമാണ് 31. 9ഉം 14ഉം. 9ാമത്തെ പദം, അടുത്തത് 14ാമത്തെ പദം. അപ്പോൾ നമുക്കറിയാം 14ാമത്തെ പദം 31, 9ാമത്തെ പദം 21. ഇനി നമ്മൾ 14ൽ നിന്ന് 9 കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി. 31 21 കുറച്ച് നോക്കുക, 10 എന്ന് കിട്ടി. ഇനി 10നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടി. നമ്മളെടുത്ത 2 പദങ്ങൾ, ആ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. ഇങ്ങനെ ഏത് 2 പദങ്ങളെടുത്ത് നമ്മൾ പരിശോധിക്കുകയാണ്. ഒന്നും കൂടി ഇവിടെ പരിശോധിച്ചിട്ടുണ്ട്. 33 19 കുറച്ചാൽ 14. അത് 15ാമത്തെ പദം 8ാമത്തെ പദമാണ്. 15 8 കുറച്ചാൽ 7. 14നെ 7 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 2 എന്ന് കിട്ടും. ഇങ്ങനെ ഏത് ശ്രേണി എടുത്തിട്ടും നമ്മൾ ഇതുപോലെ പരിശോധിക്കുകയാണെങ്കിൽ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ആനുപാതികമാണ് എന്ന് കാണാം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ആനുപാതികമാണ് എന്ന് കാണാം. ഏത് ശ്രേണി എടുത്ത് പരിശോധിച്ചാലും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത ആണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരു ശ്രേണി നിങ്ങൾ സ്വയം ഉണ്ടാക്കി ഈ കാര്യം നമ്മൾ ശരിയാണോ നോക്കുക. ഒരിക്കൽ കൂടി പറയാം. ഇവിടെ
31, 21 രണ്ട് പദങ്ങളാണ്. അപ്പോൾ 31, 21 കുറച്ചാൽ 10. അതിൻ്റെ സ്ഥാനം നോക്കുകയാണെന്ന് വെച്ചാൽ ഒന്ന് 14-ാം സ്ഥാനത്തുള്ളതും ഒന്ന് 9-ാം സ്ഥാനത്തുമാണ്. 14-ൽ 9 കുറച്ചാൽ 5. ഇനി 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2. അതേപോലെ 33-ഉം 19-ഉം. 33, 19 കുറച്ചാൽ 14. പദസ്ഥാനങ്ങൾ കുറച്ചാൽ 15-ാം പദമാണ്, മൊത്തം 8-ാം പദമാണ്. 15-ന് 8 കുറച്ചാൽ 7. 14-നെ 7 കൊണ്ട് ഹരിച്ചാൽ 2. ഇങ്ങനെ ഏതെങ്കിലും 2 പദങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഇതൊന്ന് പരിശോധിച്ച് നോക്കുക. നമുക്കത് എല്ലാറ്റിനും ശരിയാണ് എന്ന് ബോധ്യപ്പെടും. നമ്മൾ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ആനുപാതികമാണ്. അതാണ് സമാന്തര ശ്രേണികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി മറ്റു ചില പ്രത്യേകതയിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സമാന്തര ശ്രേണി നമുക്ക് കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞ ശ്രേണി തന്നെയാണ്. 5, 7, 9, 11, 13 എക്സെട്ര. ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ് നമുക്കറിയാം, 2 ആണ്. അപ്പോൾ ആദ്യ പദം 5. രണ്ടാം പദം കിട്ടാൻ എന്താ ചെയ്തത്? ആദ്യ പദത്തോട് ഒരു പൊതുവ്യത്യാസം കൂട്ടി. 5ഉം 2ഉം 7. മൂന്നാം പദം കിട്ടാൻ എന്താ ചെയ്തത്? ആദ്യ പദത്തോട് 2 പൊതുവ്യത്യാസം കൂട്ടി. 5 കൂട്ടണം 2 കൂട്ടണം 2, 9. അപ്പോൾ നമുക്ക് മൂന്നാം പദം കിട്ടി. അപ്പോൾ ആദ്യ പദത്തോട് ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ രണ്ടാം പദം കിട്ടും. ആദ്യ പദത്തോട് 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ മൂന്നാം പദം കിട്ടും. ആദ്യ പദത്തോട് 4 വ്യത്യാസം കൂട്ടിയാൽ രണ്ടാം പദം കിട്ടും. ആദ്യ പദത്തോട് 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ മൂന്നാം പദം കിട്ടും. ആദ്യ പദത്തോട് 3 പൊതുവ്യത്യാസം കൂട്ടിയാൽ നാലാം പദം കിട്ടും. ഇപ്പോൾ ഈ പൊതുവ്യത്യാസത്തിന് നമ്മൾ ഡി എന്ന അക്ഷരം കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആദ്യ പദം പ്ലസ് 1 ഡി ആണെങ്കിൽ രണ്ടാം പദം, ആദ്യ പദം പ്ലസ് 2 ഡി ആണെങ്കിൽ മൂന്നാം പദം, ആദ്യ പദം പ്ലസ് 3 ഡി ആണെങ്കിൽ നാലാം പദം. ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അപ്പോൾ അവിടെ വരുന്ന വ്യത്യാസം പൊതുവ്യത്യാസങ്ങളാണ്. അതായത് 1 ഡി, 2 ഡി, 3 ഡി ഇതൊക്കെ പൊതുവ്യത്യാസങ്ങളുടെ ഗുണിതങ്ങളാണ്. ഇനി നമുക്കതങ്ങോട്ട് റിവേഴ്സായിട്ട് പറയുകയാണെങ്കിലോ, ഇപ്പോൾ ആദ്യ പദത്തോട് 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ മൂന്നാം പദം കിട്ടും. തിരിച്ചിങ്ങോട്ടും പറഞ്ഞൂടെ, മൂന്നാം പദത്തിൽ നിന്ന് 2 പൊതുവ്യത്യാസം കുറച്ചാൽ ആദ്യ പദം കിട്ടും. നാലാം പദത്തിൽ നിന്ന് 3 പൊതുവ്യത്യാസം കുറച്ചാൽ അഞ്ചാം പദം കിട്ടും. ആറാം പദത്തിൽ നിന്ന് 5 പൊതുവ്യത്യാസം കുറച്ചാൽ അഞ്ചാം പദം കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. 3 കൂട്ടണം 4 സമം 7 ആണെങ്കിൽ 7 കുറയ്ക്കണം 4 3 അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കൂ, പൊതുവ്യത്യാസങ്ങളുടെ ഗുണിതങ്ങളാണ്. 1 ഡി, 2 ഡി, 3 ഡി, 1 2, 2 2, 3 2, 4 2. അങ്ങനെ ഇവിടെ ഡി ആയതുകൊണ്ട് 2 എന്ന് പറയണു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 2 പദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പൊതുവ്യത്യാസത്തിൻ്റെ ഒരു ഗുണിതമായിരിക്കും. അല്ലെങ്കിൽ ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആവും. ഏത് 2 പദങ്ങൾ എടുക്കുക, അവ തമ്മിലുള്ള വ്യത്യാസം കാണുക, ആ വ്യത്യാസത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 0 ആവും. കാരണം എന്താണ് ഉണ്ടാക്കുന്നത്? ഈ ഡികൾ കൂട്ടിയിട്ടാണ്. അപ്പോൾ ഡിയെ ഡി കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കവിടെ ശിഷ്ടം വരില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ. ആദ്യ പദത്തോട് 4 പൊതുവ്യത്യാസം കൂട്ടിയാൽ അഞ്ചാം പദം കിട്ടും. അഞ്ചാം പദത്തിൽ നിന്ന് 4 പൊതുവ്യത്യാസം കുറച്ചാൽ ആദ്യ പദം കിട്ടും. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് മൂന്നാം പദത്തും തുടങ്ങാം. മൂന്നാം പദത്തോട് 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ അഞ്ചാം പദം കിട്ടും. മൂന്നാം പദത്തോട് 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ അഞ്ചാം പദം കിട്ടും. അഞ്ചാം പദത്തിൽ നിന്ന് 2 പൊതുവ്യത്യാസം കുറച്ചാൽ മൂന്നാം പദം കിട്ടും. ഇതും സമാന്തര ശ്രേണികളുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി നോക്കാം, വേറെ ഒരു ശ്രേണി നോക്കാം. നമ്മൾ പറഞ്ഞ ശ്രേണി തന്നെയാണ്.
5, 7, 9, 11, 13, 15 എക്സെട്ര തുടങ്ങിയിട്ട് ശ്രേണി. ഇവിടെ നമുക്ക് ഒരു 5 പദങ്ങൾ എടുക്കുകയാണ്, ഒറ്റ എണ്ണം പദങ്ങൾ എടുക്കുകയാണ്. അവിടെ നോക്കൂ, 1, 2, 3, 4, 5 ഒറ്റ എണ്ണമാണ് എടുത്തത്. അപ്പോൾ അവിടുത്തെ പദങ്ങൾ ഇപ്പോൾ 5, 7, 9, 11, 13 ആണല്ലോ. അത് മൊത്തം കൂട്ടി എത്രയാണ് കിട്ടുക? 45 അല്ലേ? ആ 45നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 9. ഇനി 1, 2, 3, 4, 5 ഒരു സമാന്തര ശ്രേണിയാണ്. അത് മൊത്തം കൂട്ടി എത്രയാണ് കിട്ടുക? 15. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 3. അപ്പോൾ ഒറ്റ എണ്ണം പദങ്ങൾ എടുക്കുകയാണ് എങ്കിൽ നടുക്ക് വരുന്ന പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? തുക ബൈ എണ്ണം ആയിരിക്കും. നമ്മൾ ഒറ്റ എണ്ണം പദങ്ങൾ വരുമ്പോൾ നടുക്ക് വരുന്ന പദം എന്ന് പറയുന്നത് തുക ബൈ എണ്ണമായിരിക്കും. അപ്പോൾ 5, 7, 9, 11, 13 ആണ് നമ്മൾ പരിഗണിക്കുന്നത് എങ്കിൽ 9 എന്ന് പറയുന്നത് 5ഉം 7ഉം 9ഉം 11ഉം 13ഉം കൂട്ടിയ സംഖ്യ ഉണ്ടല്ലോ. ആ സംഖ്യ എത്ര എണ്ണം ഉണ്ട്? അവിടെ 5 എണ്ണല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഹരിക്കണതാവും. 45 ഹരിക്കണം 5, 9 ആയിരിക്കും. നടുക്ക് വരുന്ന പദം എന്ന് പറയുന്നത് തുക ബൈ എണ്ണം ആണ്. ഇനി ഇവിടെ നോക്കി നോക്കൂ, 5ഉം 13ഉം 18. ആ 18ൻ്റെ പകുതിയാണ് 9. ഇനി ആദ്യത്തെ ഉദാഹരണത്തിലാണെന്ന് വെച്ചാലോ, 1ഉം 5ഉം 6. 6ൻ്റെ പകുതിയാണ് 3. ഇനി 2ഉം 4ഉം 6. 6ൻ്റെ പകുതിയാണ് 3. 7ഉം 11ഉം 18. 18ൻ്റെ പകുതിയാണ് 9. അപ്പോൾ ഇവിടെയൊക്കെ സമാന്തര ശ്രേണികളുടെ പ്രത്യേകത തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ആദ്യ പദത്തോട് 4 പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 5-ാം പദം കിട്ടും. ഇവിടെ പൊതുവ്യത്യാസം 2ആണ്. 5നോട് 4 പൊതുവ്യത്യാസം, അതായത് 8 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 13 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടിയത് എത്രയാണ്? 8ആണ് കൂട്ടിയത്. 4 പൊതുവ്യത്യാസമാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ 5ഉം 13ഉം കൂട്ടുക എന്ന് പറയുന്നത് ഈ പൊതുവ്യത്യാസവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 5ഉം 13ഉം കൂട്ടിക്കഴിഞ്ഞാൽ 18. അപ്പോൾ ആ 18 എന്ന് പറയുന്ന സംഖ്യ നടുക്ക് വരുന്ന 9 എന്ന് പറയുന്ന സംഖ്യയുടെ ഇരട്ടി ആണ്. ഇതൊക്കെ നമുക്ക് ആദ്യ പദം എ എന്ന് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യ പദം തന്നെ എഴുതുകയാണെങ്കിൽ, രണ്ടാമത്തെ പദം ആദ്യ പദം പ്ലസ് ഡി, ആദ്യ പദം പ്ലസ് 2d, അങ്ങനെ എഴുതി നമുക്ക് വേണമെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം ചുരുക്കിയിട്ട് പറയുകയാണെങ്കിൽ, ആദ്യ പദവും അവസാന പദവും ചേർത്ത് നടുക്ക് വരുന്ന പദം നമുക്ക് കാണാൻ പറ്റും. മൊത്തം തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാലും നടുക്ക് വരുന്ന പദം കാണാൻ പറ്റും. അതായത് 5, 7, 9, 11, 13 കൂട്ടിയിട്ട് ആ എണ്ണത്തെ മൊത്തം എണ്ണം കൊണ്ട്, അതായത് 5 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. ഇനി 5ഉം 13ഉം 18 കൂട്ടി അതിൻ്റെ പകുതി 9 എടുത്താലും നടുക്കത്തെ സംഖ്യ കിട്ടും. ഇനി നടുക്ക് വരുന്ന സംഖ്യ ചിലപ്പോൾ ഇരട്ടി അണിച്ചാൽ വരില്ലല്ലോ. ഇരട്ടി അണിച്ചത് വരില്ല. അപ്പോൾ നമുക്ക് അവിടെ എന്താ പറ്റുള്ളൂ? ഇവിടെ 5, 7, 9, 11 ഇവിടെ 4 സംഖ്യകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 4 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 32 എന്ന് കിട്ടി. ഇവിടെ നടുക്ക് വരുന്ന സംഖ്യയല്ലേ, നമുക്ക് 2 സംഖ്യ വരുന്നുണ്ട്. അപ്പോൾ ആ 2 സംഖ്യയും കൂട്ടി എത്ര കിട്ടും? ഇതിൻ്റെ പകുതി കിട്ടും. 5, 7, 9, 11 ആ നടുക്ക് കിട്ടാത്തതുകൊണ്ട് നമുക്ക് 2 സംഖ്യകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ 7, 9 എത്രയാണ്? 16 എന്ന് കിട്ടും. ഒന്ന് ഒറ്റ വരുന്ന സമയത്തും ഇരട്ട വരുന്ന സമയത്തും. ഇതൊക്കെ സമാന്തര ശ്രേണികളുടെ പ്രത്യേകതയാണ്. ഇനി നോക്കൂ, നമുക്കിവിടെ
അഞ്ചാമത്തെ പദം 13 14ാമത്തെ പദം 31. നമുക്ക് പദസ്ഥാനവും പദങ്ങളും ഒക്കെ അറിയാലോ. ഇനി ഒന്നാം സ്ഥാനത്തുള്ള പദം അല്ലെങ്കിൽ ആദ്യ പദമാണ് 5, 15ാം സ്ഥാനത്തുള്ള പദമാണ് 33. ഇനി നമ്മൾ 5ഉം 33ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 38 എന്ന് കിട്ടും. 7ഉം 31ഉം കൂട്ടിയാലോ 38 എന്ന് കിട്ടും. 6ഉം 29ഉം 9ഉം 29ഉം കൂട്ടിയാലോ 38 എന്ന് കിട്ടും. അങ്ങനെ നമുക്കിങ്ങനെ ജോഡികളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി പറയാം. 5ഉം 33ഉം 38, 7ഉം 31ഉം 38, 9ഉം 29ഉം 38, 11ഉം 27ഉം 38, 13ഉം 25ഉം 38, 15ഉം 23ഉം 38, 17ഉം 21ഉം 38, പിന്നെ ഒരു 19 അവിടെ നടക്കുന്നുണ്ട് അല്ലേ? 19 ആരും ഇപ്പം ഇല്ല. പക്ഷേ 19ഉം 19 എത്രയാണ്? 38. പക്ഷെ ജോഡിയില്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമുക്ക് ജോഡികളാക്കി എടുക്കുകയാണ് എങ്കിൽ തുക കാണാനും നമുക്ക് ഈ മാർഗം ഉപയോഗിക്കാൻ പറ്റും. നമുക്കിപ്പോൾ രണ്ടാമത്തെ ഉദാഹരണം നോക്കുക. 5, 7, 9, 11, 13 തുക നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 45 എന്നുള്ളത്. 13ഉം 5ഉം കൂട്ടി എത്രയാണ്? 18. 11ഉം 7ഉം കൂട്ടി എത്രയാണ്? 18. 9ന് ഒപ്പം ആരും ഇല്ല. പക്ഷേ 9 9ഉം 18ആണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ 2.5 ജോഡി ഉണ്ടെന്ന് പറയാം. 2 3 അതിന് 5ഉം 13ഉം ഒരു ജോഡി, 7ഉം 11ഉം അടുത്തൊരു ജോഡി. അപ്പോൾ 2.5 ജോഡി. അപ്പോൾ നമുക്ക് 2.5 ജോഡി ഉണ്ട്. ഇനി തൊട്ടടുത്തിൽ നോക്കുകയാണെങ്കിലോ 5ഉം 11ഉം 16, 7ഉം 9ഉം 16. അവിടെ 2 ജോഡിയുണ്ട്. കാരണം എന്താ? ഇരട്ട എണ്ണം വന്നതാണ്. അപ്പോൾ ഈ ജോഡികളുടെ എണ്ണം അതിൻ്റെ പകുതി എടുക്കുക. ഇവിടെ 5 ആവുമ്പോൾ തൊട്ടുമുമ്പിലത്തെ 5, 7, 9, 11, 13 എത്ര ജോഡിയുണ്ട്? 5. 5ൻ്റെ പകുതി എത്രയാണ്? 2.5. ഇവിടെയോ 5, 7, 9, 11 4 ഉണ്ട്. 4ൻ്റെ പകുതി എത്രയാണ്? 2. ആ ജോഡികളുടെ എണ്ണം എടുക്കുക. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? പദങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി. ഒറ്റ എണ്ണാണ് വരുന്നതെങ്കിൽ 0.5 എന്ന് വരും. ഇരട്ടി കാണിച്ചാൽ അങ്ങനെ വരില്ല. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിനെന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യ പദവും അവസാന പദവും കൂട്ടിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? 5, 7, 9, 11 പരിഗണിക്കുകയാണ് എങ്കിൽ ഇവിടെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4ൻ്റെ പകുതി 2 ജോഡി ഉണ്ട്. അപ്പോൾ 2 ഗുണിക്കണം 5ഉം 11ഉം കൂട്ടി എത്ര കിട്ടുക? 16 എന്ന് കിട്ടും. അപ്പോൾ 2 ഗുണിക്കണം 16 എത്രയാണ്? 32. ഇനി മുകളിലത്തെ ഉദാഹരണത്തിലാണ് വെച്ചാലോ 5, 7, 9, 11, 13 ഇവിടെ 2.5 ജോഡി ഉണ്ട്. അപ്പോൾ 5ഉം 13ഉം കൂട്ടിയാൽ 18 എന്ന് കിട്ടും. 18 ഗുണിക്കണം 2.5. 18 ഗുണിക്കണം 2.5. 18 2 36, 18 9, 36 9 45. അപ്പോൾ തുക കാണാൻ വേറൊരു മാർഗം കൂടിയുണ്ട്. എന്ത് ചെയ്താൽ മതി? പദങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി കാണുക. പദങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി കണ്ട് നമുക്കൊരു ഉത്തരം കിട്ടുമല്ലോ. അതിനെ ആദ്യ പദവും അവസാന പദവും കൂട്ടിയാൽ വേറൊരു സംഖ്യയും കിട്ടില്ലേ? ഇത് രണ്ടും കൂടി ഗുണിക്കുക. അപ്പോൾ നമ്മൾ എഴുതി മൊത്തം പരിശോധിക്കുകയാണെങ്കിലോ, അതായത് 5, 7, 9, 11, 13 തുടങ്ങിയിട്ട് 33 വരെയുള്ള തുക കാണാച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ 15 പദങ്ങളുണ്ട്. 15 പദത്തിൻ്റെ പകുതി 15ൻ്റെ പകുതി എത്രയാണ്? 7.5. ഈ 7.5 എത്ര കൊണ്ട് ഗുണിക്കണം? 33 5ഉം കൂട്ടി എത്ര കിട്ടുക? 38 എന്ന് കിട്ടും. 38 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ തുക കാണാൻ ഇങ്ങനെയും മാർഗങ്ങളുണ്ട്. അപ്പോൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഉപയോഗിച്ചാണ്
സമാന്തര ശ്രേണിയിലത്തെ കണക്കുകൾ ചെയ്യുന്നത്. അത് എത്രത്തോളം സൂക്ഷ്മതയോടെ നമ്മൾ നോക്കുന്നോ അത്രത്തോളം പ്രത്യേകതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ പ്രത്യേകിച്ചൊരു സൂത്രവാക്യവും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പ്രത്യേകതകൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരിക, അത് വീണ്ടും വീണ്ടും നമ്മൾ കേട്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ആ പ്രത്യേകതകൾ മനസ്സിലാക്കി കണക്കുകളുടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.